ഒന്നിൽ കൂടുതൽ ഭാഷകളുള്ള നമ്മുടെ രാജ്യത്ത് പല പല ഭാഷകൾ സംസാരിക്കുന്ന ആളുകൾ എല്ലാവർക്കും മാസങ്ങൾ 12 ഉള്ളൂ. പക്ഷേ 12 മാസം ഓരോ ഭാഷക്കാരും ഓരോ മാസത്തെ ഓരോ പേരിലാണ് പറയപ്പെടുന്നത്. അതുപോലെ 12 മാസം അറബിയിലും. ഇതിൽ വളരെയധികം മഹത്വവും പുണ്യവുമായ മാസമാണ് റമദാൻ മാസം. ഈ റമദാൻ മാസത്തിൽ ലോക മുസ്ലിങ്ങളുടെ വ്രത അനുഷ്ഠാന മാസമായ റമദാൻ മാസം. ഈ റമദാൻ മാസം അതിൻ്റെ മഹത്വവും ഗൗരവത്തോടും കൂടി ഇത് അനുഷ്ഠിക്കുന്ന ആളുകൾ എത്ര പേരുണ്ടാകും എന്നതിനെക്കുറിച്ച് അറിയില്ല. ഇതിവിടെ ഭക്ഷണസുഖം ആർഭാടമായി ആഘോഷിക്കുന്ന ഒരു മാസമായിട്ടാണ് ഇതിനെ ഒരുവിധപ്പെട്ട ആളുകൾ എടുത്തിരിക്കുന്നത്. ഏതാനും മണിക്കൂർ സമയം ആഹാരവും വെള്ളവും ഒന്നും കഴിക്കാതെ നിൽക്കുന്നവർ ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം നോമ്പ് തുറ സമയത്ത് പത്തിരി ഇറച്ചി, കരിക്കഞ്ഞി, ജീരകക്കഞ്ഞി എന്ന് വേണ്ട അങ്ങനെ ഒരുപാട് ഭക്ഷണ സാധനങ്ങൾ കഴിക്കുന്നു. ഇത് കഴിഞ്ഞ് നോമ്പിൻ്റെ ക്ഷീണം എന്ന് പറഞ്ഞ് ജ്യൂസ്, മുന്തിരി, ആപ്പിള് എന്ന് വേണ്ട അങ്ങനെ പല പല ആഹാരങ്ങളും കഴിക്കുന്നു. ഈ ഒരു മാസം കഴിഞ്ഞാൽ ബാക്കി 11 മാസവും ആരും ഇങ്ങനെ ആഹാരം കഴിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു മാസത്തെ ഭക്ഷണ സുഖത്തെ ആർഭാടമായി ആഘോഷിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഒരു മാസത്തിന് ശേഷം ആളുകൾ, സ്ത്രീയായാലും പുരുഷനായാലും, ശാരീരികമായിട്ട് നന്നായി വീർത്ത് എല്ലാ ക്ഷീണവും മാറി അവർ വളരെ ഉഷാറായിട്ട് മുന്നോട്ട് വരുന്നു. ഇതിൻ്റെ കാരണം അവരുടെ ഭക്ഷണ രീതിയാണ്. അപ്പോൾ ഇത് റമദാൻ മാസത്തിൻ്റെ മഹത്വവും ഗൗരവവും മനസ്സിലാക്കി വ്രതം അനുഷ്ഠിക്കുന്നവർ എത്ര പേരുണ്ടാകും എന്നതിനെക്കുറിച്ച് എനിക്കറിയില്ല.